ഞാൻ ഈ ഫ്ലാറ്റിലാണ്. ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഞാനിത് വന്നിട്ട് ഒരു 15 വർഷത്തോളം. എനിക്ക് അന്ന് തുടങ്ങി ഇങ്ങനെ പരിചയമുണ്ട്. ഇങ്ങനെ രാവിലെ ഒന്നും നടക്കാൻ പോകുന്ന ഒരാളാണ് ഈ മാധവൻ മാധവൻ്റെ അച്ഛൻ. എന്നും രാവിലെ നടക്കാൻ പോകും. ആർക്കും പ്രത്യേകിച്ച് ഒരു ദ്രോഹം ഒന്നും ചെയ്യാത്തൊരു പാവ മനുഷ്യനായിരുന്നു. വളരെ എല്ലാവരും എപ്പോഴും കണ്ടാൽ ചിരിച്ചു കാണിക്കുകയും ഈ 3-4 ദിവസം മുമ്പ് ഒരു ചെന്നൈക്ക് പോകുമ്പോൾ യാത്ര പറഞ്ഞിറങ്ങിയാണ്. പോയിട്ട് വരാൻ അടുത്ത പ്രാവശ്യം കാണാൻ തുടങ്ങി. പിന്നെ വന്നിങ്ങനെയാണ്. വളരെ ദുഃഖം തോന്നുന്നു. എന്തെങ്കിലും അസുഖങ്ങളുള്ള മനുഷ്യനില്ല, ഒന്നും ഉണ്ടായിരുന്നു അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അസുഖങ്ങളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ മദ്യപിക്കുകയോ പോലിക്കോ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല. എന്നും എല്ലാ ദിവസവും കാണുമല്ലോ. വേറെ എന്തെങ്കിലും ഒരു ഓർമ്മ എന്തെങ്കിലും ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾക്കൊക്കെ കാവ്യമാധവൻ വരും, അച്ഛനും വരുമായിരുന്നു. ദിലീപേട്ടനായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരായിരുന്നു വന്നത്. ഇപ്പം അങ്ങനെ വരാറില്ല, ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഓണാഘോഷം ന്യൂ ഇയർ ക്രിസ്മസിൻ്റെയൊക്കെ പ്രോഗ്രാമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് കാവ്യമാധവനായിരുന്നു. പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ഇതൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സ്ഥിരം താമസിക്കുന്നുണ്ട്. താമസമുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ്. കാരണം എൻ്റെ കുട്ടി അതിന് ശേഷമാണ് ഇവർ ചെന്നൈക്ക് പോയത്. അല്ലെങ്കിൽ ഇവിടെ തന്നെയായിരുന്നു സ്ഥിരം. ഒന്നും കൊടുത്ത തൊട്ടടുത്ത കടകളിൽ തൂക്കും മരവും എപ്പോഴും അത് കാണുമായിരുന്നു. ബിസിനസ്സായിരുന്നു. അതെ. ചേട്ടൻ ഈ ഫ്ലാറ്റിന്റെ ഞാൻ ഫ്ലാറ്റ് സെക്രട്ടറിയാണ്. എൻ്റെ പേര് എഡിസൺ. ഞാൻ വന്നിട്ട് 15 വർഷം. ഇവരിവിടെ വീട് അതിക്ക് മുമ്പേ ഉള്ളതാണ്. ആദ്യം തുടക്കത്തിൽ ആദ്യത്തെ വില്ല ഇവരാണെന്ന് വാങ്ങിച്ചു. ആദ്യത്തെ വില്ല കാവ്യമാധവൻ നല്ല സമയത്തായിരുന്നു. കാവ്യമാധവൻ്റെ അച്ഛൻ രാവിലെ നടക്കാൻ ഇറങ്ങും. ശാന്ത സ്വഭാവക്കാരനാണ്. ഇതിൽ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് ഇങ്ങോട്ടും കൂടെ ഒരു 10-15 ട്രിപ്പെങ്കിലും നടക്കാറുണ്ട് അദ്ദേഹം. പിന്നെ കൂടുതൽ സംസാരമൊന്നുമില്ല. എന്നാൽ എല്ലാവരും ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ അത്യാവശ്യം സാധനം കഴിക്കാനൊക്കെ ഇപ്പോഴത്തെ കടയിലൊക്കെ ചെല്ലുമെന്നാണ് ഇന്നത്തെ എൻ്റെ അറിവ്. ഞാൻ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം രാവിലെ നടക്കാൻ ഇറങ്ങും. കാണും എല്ലാ ദിവസവും കാണും കാവ്യമാധവന്. അതെ, ഞങ്ങൾക്ക് 1.5 ഇവിടുത്തെ ഡ്യൂട്ടി. ആ ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇവിടെയുള്ള സമയങ്ങളിലൊക്കെ രാവിലെ ഇതിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവരിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണുകയും ചെയ്തു. മുഖത്ത് നോക്കുന്ന ചിരിച്ചു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ആൾ സൈലൻ്റാണ്. പക്ഷെ അന്ന് എന്തോ അപ്പം പെട്ടെന്ന് ഈ ഒരു മരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ കണ്ടതാണ്. യാദവ് ഞാൻ കണ്ടതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണവാർത്ത അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മറ്റൊരു പിന്നെ വന്നപ്പോഴേ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം. പോയി കണ്ടു. ഇപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ കാണാം.